ഈ ഡയറി മിൽക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പം അതിൻ്റെ ഓരോ കട്ടയും പൊട്ടിച്ച് ഓരോരുത്തർക്കും അന്നാറസ് കൊടുക്കുമായിരുന്നേ. അപ്പോൾ അവസാനം വരുന്ന ഒരു കട്ടയെ അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും കൊടുത്തിട്ട് അവൾക്ക് തിന്നാൻ പറ്റുള്ളൂ എന്നുള്ളത് എന്തോ അവളുടെ തലയിൽ കയറിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ ഒരു സാധനം കൊടുക്കാൻ അവൾ കുറച്ച് വിഷമമായിരുന്നേ. പക്ഷേ ഗ്രാജുവലി അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഓരോ വീടുകളിലും പഠിപ്പിക്കേണ്ട ഏറ്റവും നല്ലൊരു മാതൃകയാണ് നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനുള്ള ശീലം. ഇന്ന് കാണാൻ കഴിയാത്തതും അതുതന്നെയാണ് ഞാൻ എന്ന ചിന്ത, എൻ്റെ സ്വന്തം കാര്യം നടക്കണമെന്ന സ്വാർത്ഥതയുടെ അവസ്ഥ. നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മുടെ കണ്ണുകളിൽ കാണാറേയില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ പഠിപ്പിച്ചിരുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥിനികൾക്കിടയിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കമുണ്ടായി. അതിൽ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ എന്നെ കാണാൻ വന്നു. ഞാൻ വിചാരിച്ചു വലിയ ഗൗരവമുള്ള എന്തോ വലിയ വിഷയമാണെന്ന്. ഇവർ രണ്ടുപേരും കുടുംബക്കാർ കൂടിയാണ്. അതാണ് വലിയ രസം. കാര്യം ഇതാണ്, ഒരു 20 രൂപയുടെ തലയിരുന്ന ചീർപ്പ് ഒരാളെടുത്ത് മറ്റൊരാൾ ഉപയോഗിച്ചു. അതിനാണ് വീട്ടുകാർ വന്നത്. ഞാൻ ചോദിച്ചു, മോളെ അതൊരു ചെറിയ ചീപ്പല്ലേ, നിങ്ങൾ അടുത്ത കുടുംബങ്ങളും ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ, അത് ആ കുട്ടി ഉപയോഗിച്ചാൽ എന്തിനാണ് മോളെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് പറഞ്ഞ് തീരേണ്ട താമസം ആ കുട്ടിയുടെ ഉമ്മ ചാടി എണീറ്റിട്ട് പറയാ, എന്റെ മകളുടെ ചീപ്പ് എന്തിന് ഇവളെടുത്തു? ആ കുഞ്ഞു മോളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ സ്ത്രീയുടെ പ്രഹസനം. എനിക്ക് നാണം തോന്നിപ്പോയി. ഞാൻ ആദ്യം വിചാരിച്ചത് ആ മാതാവ് ശാന്തമായി ആ കുട്ടി ഉപദേശിക്കുമെന്നാണ്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ രൂപത്തിൽ സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എനിക്ക് അപ്പം തന്നെ മനസ്സിലായി ഈ കുട്ടി ഇങ്ങനെ ചെയ്യാനുള്ള കാരണക്കാരി ആരാണെന്ന്. അവരുടെ മാതാവാണ്. ഒരു ചെറിയ കാര്യത്തിന് പോലും വിട്ടുവീഴ്ചയില്ലാത്ത, ഒന്ന് ക്ഷമിക്കാത്ത, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഇവരൊക്കെ മക്കളെ വളർത്തിയാൽ ആ കുഞ്ഞുങ്ങൾ ഏത് രൂപത്തിലാകുമെന്ന ഭയം എനിക്കുണ്ടായി. ഇവർക്ക് പോലും ചിലപ്പോൾ ആ മക്കൾ നാളെ ഉപകരിക്കാതാകും. കാരണം ഞാൻ എന്ന ചിന്ത മാത്രം പഠിപ്പിക്കുമ്പോൾ നാളെ മാതാപിതാക്കൾക്ക് എന്തു വന്നാലും എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള മക്കളാണ് സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് ഒരു പൊട്ട് പൊന്നിനു വേണ്ടി, 1 സെന്റ് പറമ്പിന് വേണ്ടി കൊല ചെയ്യാൻ പോലും മടിക്കാത്തത്. ഇങ്ങനെയുള്ളവരാണ് നാളെ മാതാപിതാക്കളെ സ്വന്തം സ്വാർത്ഥതയ്ക്കു വേണ്ടി ഏതെങ്കിലും വൃദ്ധസദനങ്ങളിൽ വലിച്ചെറിയുന്നത്. ഇങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പൊട്ടിത്തെറിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് അപകടമാണ്. ഈ വളർത്തു രീതിയും ശൈലിയും നമുക്ക് തന്നെ നാളെ വിനയായിട്ട് വരും. നമ്മൾ കാണാറില്ലേ, വഴിക്കും കുടിവെള്ളത്തിനും പോലും തർക്കിക്കുന്നവർ. സഹജീവികളോട് കാരുണ്യമില്ലാത്തവനെ അള്ളാഹു പോലും ചിലപ്പോൾ പരിഗണിക്കൂല. ചില മാതാപിതാക്കൾ വീടുകളിലേക്ക് വരുമ്പോൾ ചെറിയ മിഠായികൾ കൊണ്ടുവരും. എന്നിട്ട് മക്കളെ കൊടുത്തിട്ട്, മക്കളെ ഇതാരും കാണാതെ കൊണ്ടുപോയി കഴിക്കൂ. ഈ വർത്തമാനം തന്നെ ശരിയല്ല. മക്കളെ എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് പങ്കിട്ട് കഴിക്കൂ എന്ന് പറയേണ്ടടുത്ത് അവനെ തന്നെ സ്വാർത്ഥത പഠിപ്പിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് പിന്നെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത്, അവരെ പരിഗണിക്കുന്നത്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്? കുറെ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും, ഉസ്താദേ ഓം വിവാഹം കഴിച്ചു, ഞങ്ങളെ വിളിക്കുന്നില്ല, ഞങ്ങളെ കാണാൻ വരുന്നില്ല, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. എങ്ങനെ അവൻ ബന്ധപ്പെടും? പറ. ആരാണ് അവനെ ചീത്തയാക്കിയത്? കുഞ്ഞു മനസ്സിലേക്ക് വിഷം കുത്തിക്കൊടുത്ത് അവൻ ഈ കോലത്തിലാക്കിയത് നിങ്ങളല്ലേ? അപകടമാണ്. നാളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം കൈവിരൽ കടിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. മാറി ചിന്തിച്ചോ. ഇവിടെയാണ് ആ കുഞ്ഞുമകളും കുടുംബവും മാതൃകയായത്. ഇങ്ങനെ തന്നെ ആയിരിക്കണം മക്കളെ പഠിപ്പിക്കേണ്ടത്. ഇത് തന്നെയാണ് സമൂഹത്തിലുള്ള ഏറ്റവും നല്ല സന്ദേശം.